ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്തങ്ങ കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ബാച്ചിലേഴ്സ് റെസിപ്പി എന്നൊക്കെ പറയാവുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത്. ഇതിൻ്റെ കൂടെ സ്വല്പം തൈരോ മോരോ കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ വേറൊന്നും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി ഇത്രയും പോകുന്ന ഒരു കഷ്ണം മത്തങ്ങ, ഒരു ചെറിയ കഷ്ണം മത്തങ്ങയെ വേണ്ടു കേട്ടോ. ഒരു വലിയ മത്തങ്ങയായിരുന്നു, അതിന് ഞാനൊരു ചെറിയ കഷ്ണം മുറിച്ചെടുത്തതാണ്. പിന്നെ ഒരു സവാള. ഇനി ഇത് രണ്ടും തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ അരിഞ്ഞെടുക്കണം. മത്തങ്ങ നുറുക്കിയെടുത്തു. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മത്തങ്ങ നുറുക്കിയെടുക്കണം. സവാളയും ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞെടുത്തു. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നു വെച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്നു കിട്ടും. ഈ റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവാൻ മറക്കരുതേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ. സവാള ചെറുതായിട്ടിങ്ങനെ വഴന്നു തുടങ്ങുന്നുണ്ട്. സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ യൂസ് ചെയ്തോളൂ. പക്ഷേ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വേറെ എണ്ണ ചേർക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണ കയ്യിലുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്നു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. നമ്മൾ നേരത്തെ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എത്ര മുളക് പൊടി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് നുറുക്കി വെച്ച മത്തങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മത്തങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ട് മത്തങ്ങ വെന്ത് കുഴഞ്ഞു പോകാൻ ഇടവരരുത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ. മത്തങ്ങ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകൊക്കെ വഴറ്റുന്ന സമയത്ത് കറിവേപ്പിലിട്ട് കൊടുക്കാതിരുന്നു കേട്ടോ. ഞാൻ അപ്പം ഇട്ട് കൊടുക്കില്ല, അതുകൊണ്ടാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഒട്ടും കുഴഞ്ഞു പോവാതെ കിട്ടണം. ഞാനൊഴിച്ച വെള്ളം ഒരു സ്വല്പം കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ലേശം ഒരു കുഴച്ചിൽ വന്നത്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ, വളരെ കുറച്ച് വെള്ളം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാനത് ചേർക്കണില്ല, വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ മത്തങ്ങ കൊണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതുപോലൊരു വിഭവം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറുണ്ണാൻ ഈ ഒരു വിഭവം മാത്രം മതി. കുറച്ച് തൈരോ മോരോ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.
വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.